കയറിയിട്ടില്ലാത്ത കാടാണ് കാന്തല്ലൂർ. ഈ മലയും ഞാൻ കയറിയിട്ടില്ല, ഈ കാടും ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ ഞാൻ കാന്തല്ലൂർ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറാപ്പിയാണ് ഒരു മല കയറുക എന്നുള്ളത്. കുറച്ച് സ്ട്രെസ്ഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉടനെ ഒരു മല കയറിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും വരില്ല. മല കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലാസ് താത്തിട്ട് പുറം ലോകം നോക്കിക്കൊണ്ടിരിക്കും ഞാൻ. പുറത്തുനിന്ന് വരുന്ന തണുപ്പും ആ കാടിനകത്തൂടെ പോകുമ്പോൾ ഉള്ളൊരു മണവും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മല കയറിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഞാൻ താത്തിടും. കാന്തല്ലൂരിലോട്ടുള്ള യാത്ര ചുറ്റും ഇങ്ങനെ കാടാണ് കേട്ടോ. കാടും മലയും കുറേ സാൻഡൽവുഡ്സ്, ഈ ചന്ദനത്തിൻ്റെ കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ നിറയെ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വയലറ്റ് ഫ്ലവേഴ്സിൻ്റെ കുറേ മരങ്ങൾ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരത്തെ നല്ല യാത്രയ്ക്ക് ശേഷം കാന്തല്ലൂർ ഞാൻ എത്താൻ പോവുകയാണ്. പ്ലാനറ്റ് കാന്തല്ലൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേയിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അവിടെ എ ഫ്രെയിംസ് ഉണ്ട്, ടെൻ്റ് ഉണ്ട്. ഞാൻ എ ഫ്രെയിമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കാന്തല്ലൂർ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി കാന്തല്ലൂർ എത്താൻ ലേറ്റായിരിക്കുന്നു. നട്ടുച്ച 2 മണി 3 മണി സമയമാണിത്. ഇത്രയും ചൂടുള്ള ഈ കാലാവസ്ഥയിൽ ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് കാന്തല്ലൂർ കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പ്ലാനറ്റ് കാന്തല്ലൂർ ഇതുപോലെ ഫ്രണ്ടിൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പേസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലൗഡ് ബെഡൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പ്ലാനറ്റ് കാന്തല്ലൂർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എ ഫ്രെയിംസ് ഉണ്ട്, പ്രീമിയം എ ഫ്രെയിംസ് ഉണ്ട്, നോർമൽ എ ഫ്രെയിംസ് ഉണ്ട്, ടെൻറ്റും ഉണ്ട്. ഞാൻ പ്രീമിയം എ ഫ്രെയിംസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല നല്ല ഇതുപോലെ മുള കൊണ്ടുണ്ടാക്കിയ കുറേ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാ ടൈമും ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന ഫ്രണ്ടിൽ കോടയാണെങ്കിൽ കോട, ക്ലൗഡ് ബെഡ് ആണെങ്കിൽ ക്ലൗഡ് ബെഡ്, ഇനി ഇതൊന്നുമില്ല നല്ല കാലാവസ്ഥയായിട്ട് കിടക്കുവാണ്, മലനിരകളൊക്കെ കണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണോ നമുക്ക് ഈ ഒരു കാന്തല്ലൂർ കംപ്ലീറ്റ്ലി കണ്ട് ആസ്വദിക്കുന്ന രീതിയിലാണ് പ്ലാനറ്റ് കാന്തല്ലൂർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പീച്ചസ് ആണ് കേട്ടോ. ഞാൻ പീച്ച് നമ്മുടെ സ്റ്റിക്കറിലൊക്കെ കണ്ടിട്ടുള്ള അല്ലാതെ ഞാൻ നേരിട്ട് പീച്ച് കണ്ടിട്ടില്ല. പീച്ച് ഉണ്ടെന്നൊരു പറഞ്ഞപ്പോഴും ഞാൻ പീച്ചോ ഇവിടെയോ എന്നുള്ള രീതിയിലായിരുന്നു. ഇത് കുറച്ച് പച്ചയാണ്. എനിക്കതുകൊണ്ട് ശരിക്കും നല്ല പഴുത്തുള്ളത് കാണാൻ പറ്റില്ല. എൻ്റെ ഈ കയ്യിലിരിക്കുന്നതും പച്ചയാണ്. എനിക്കത് എന്തായാലും പീച്ച് ആദ്യമായി കണ്ടു തൊട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ വൈകുന്നേരത്തെ ടൈമാണ്. സൺസെറ്റ് കണ്ടില്ലേ? ഈ ഒരു ചൂട് സമയത്ത് ശരിക്കും ഞാൻ വീണ്ടും പറയാം, ഇത്രയും ചൂടും വിയർപ്പും ഒക്കെയുള്ള ഈ സമയത്ത് ഇത്രയും നല്ല ക്ലൈമറ്റ് എനിക്ക് അവിടെ കാന്തല്ലൂർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല. നല്ല ചൂട് പ്രദേശമാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ സൺസെറ്റൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക. രാത്രി നല്ലൊരു ചെറിയ മഴയൊക്കെ പെയ്തു. സോ ഇതായിരുന്നു എൻ്റെ കാന്തല്ലൂരിലെ ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ കാണാം. മഴയാണ് മൂട്. എത്ര നാൾക്ക് ശേഷം മഴയാണ്. ഗുഡ് മോർണിംഗ്. രാത്രി നല്ല തണുപ്പായിരുന്നു. ഞാൻ പക്ഷെ നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. 2 ദിവസം ഉറങ്ങിയിട്ട് നല്ലപോലെ ഉറങ്ങി. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എൻ്റെ അമ്മ ഒരു വ്യൂ കണ്ടിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണത്. ഞാൻ കാണിച്ചു തരാം.
രാവിലെ ഒരു 9-10 മണിക്കുള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് റെഡിയായി. ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞാൽ എന്നെ അതിശയിച്ച് കളഞ്ഞു. വെയിൽ ചൂടെന്ന് പറയുന്ന കാര്യം എനിക്കിവിടെ വന്നിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു കപ്പ് കട്ടൻ ചായയും പിടിച്ച പ്രോപ്പർട്ടി മുഴുവൻ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉച്ച വരെ ഞാനിങ്ങനെ പ്രോപ്പർട്ടിയിൽ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ കുറേ സ്പേസസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ കോർണറിലായിട്ട് പോയിരുന്ന് അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആസ്വദിച്ച് നടക്കുമായിരുന്നു ഉച്ച വരെ. ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ഒരു ലഞ്ച്. നമുക്ക് ഫുഡ് അവിടെ തന്നെ അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് നല്ല ഒരു ചോറ്, ഊണ്, തോരൻ, സാമ്പാറൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ച് ഇത് ഉച്ചയ്ക്കുള്ള ക്ലൈമറ്റ് കണ്ടില്ലേ. ഉച്ചയ്ക്ക് പോലും നമ്മൾ വൈകിട്ട് 5 മണി 6 മണിയുടെ ഒരു എഫക്റ്റാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക. ഇത് ഞാൻ ആദ്യമായി ബീഡി ട്രൈ ചെയ്തതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് നല്ലൊരു കുളവും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വെള്ളച്ചാട്ടം വെള്ളം കുറവായിരിക്കും, പക്ഷേ കുളത്തിൽ വെള്ളം കാണും. അങ്ങനെ നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ജീപ്പിലാണ് നമ്മൾ പോണേ. ദേ ചുറ്റും നോക്കിയേ. ഞാൻ എന്താ പറയണ്ടേ, ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മറയൂർ എന്ന് പറഞ്ഞിട്ട് 2-3 വീടുകൾ, ഒരു 1-2 കട, അത്രേ ഉള്ളൂ. ഇത് രസമെന്നറിയോ കാണാൻ, നല്ല ഭംഗിയാ. സമാധാനം. ഇതിലാണോ നമ്മൾ പോണേ? പിന്നെ തനു ഇനി അങ്ങോട്ടാ? അടുത്ത് നല്ലൊരു വെള്ളച്ചാട്ടം കുളം ഒക്കെ ഉണ്ടെന്ന് പറയട്ടെ. ഞങ്ങൾ കുളിക്കാൻ പോവാ. ഞാൻ നോക്കില്ല. നിങ്ങൾ കണ്ടതുപോലെ തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ ഈ ജീപ്പിൽ പോകാനായിട്ട്. ബിക്കോസ് ഭയങ്കര കല്ലും പാറയും ഒക്കെ നിറഞ്ഞ റോഡും ഭയങ്കര വീതി കുറഞ്ഞ റോഡുമാണ്. തൊട്ട് താഴെ കൊക്ക, കാട്. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ അടുത്തിരുന്ന ആളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക പോകാൻ വേണ്ടിയിട്ട്. ചുറ്റും കാടാണ്, ചന്ദനമരത്തിൻ്റെയും അല്ലാതെ കാടും മലയും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ എത്രയും വേഗം എത്തിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇത് മലയിൽ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ വരുവേ. ഇപ്പം വെള്ളമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ഇതേ ഉള്ളൂ. പക്ഷെ കുളത്തിൽ നല്ല വെള്ളമുണ്ട്. ഇവിടെ കുളിക്കാൻ പോവാണ്. എവിടൊക്കെ യാത്ര ചെയ്താലും ഉണ്ടല്ലോ ഇതുപോലൊരു സ്ഥലത്ത് വന്നിരുന്നൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ, കുറേ മരങ്ങൾ നിൽക്കുന്നൊരു കാടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും എനിക്ക് എവിടെ പോയാലും കിട്ടൂല. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്ന വഴി ഇവിടെ കുട്ടികൾ കളിക്കുന്നത് കണ്ട് അവിടെ നിർത്തി നമ്മളെല്ലാവരും കുറച്ച് നേരം അവരുടെ കൂടെ കളിച്ചു. അങ്ങനെ കുറേ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇന്ന്. വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള വ്യൂ ആണ് കേട്ടോ അത്.
അതിനുശേഷം സന്ധ്യയായി. കുറേ നേരം ഇരുന്ന് രാത്രിയിൽ വ്യൂ കണ്ട് ഞാൻ ഈ ഒരു ഫ്രെയിമിനകത്ത് ഒരുപാട് നേരം ഇരുന്നു. ഇന്ന് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു ഇന്ന്. നാളെ എനിക്ക് തിരിച്ചു പോകണം. എനിക്കൊരു നല്ല വിഷമമുണ്ട്. കാന്തല്ലൂർ മുഴുവൻ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉടനെ തന്നെ കാന്തല്ലൂർ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ പ്ലാനറ്റ് കാന്തല്ലൂരിനോട് അത്ര നന്ദി പറഞ്ഞാൽ എന്തെയ്യുള്ളൂ കേട്ടോ. അത്ര നല്ല എക്സ്പീരിയൻസാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നൈറ്റ് നമ്മൾ ഇതുപോലൊരു സ്പോട്ടിൽ പോയി അപ്പോൾ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് കുറേ നേരം ചില്ല് ചെയ്തു. സോ ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്.